ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വെച്ചാൽ മൈൻക്രാഫ്റ്റിൻ്റെ സെർവർ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ലെറ്റ്സ് പ്ലേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഗൈസ് എനിക്കൊരു ഐഡിയ. എൻ്റെ മൊബൈലിന് ഏതായാലും സ്റ്റോറേജ് ഇല്ല, സോ നമുക്കൊരു സെർവർ ഉണ്ടാക്കിയിട്ട് അതിൽ കളിക്കാം. അപ്പം സെർവർ ഞാനുണ്ട്, റാസർ എന്നാണ് അതിൻ്റെ പേര്. റാസർ എന്നാണ് റീസറിനാണ് ക്യാരക്ടറിന് റാസർ എന്ന് പറഞ്ഞല്ലേ, റാസർ. നമുക്ക് നോക്കിയിട്ട് GT 2-3 നാളൊക്കെ നോക്കിയിട്ട് ആക്കാം, സെറ്റാക്കാം ഈ സെർവറിൽ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എൻ്റെ ഇൻവെൻട്രി കാണിച്ചു തരാം ഞാൻ. ഏതായാലും ഇൻവെൻട്രി അത്യാവശ്യം നല്ലോണം മൈനിങ്ങിന് പോയിട്ടുണ്ട്, ഫുൾ സെറ്റായി. പിന്നെ വീഡിയോ എടുക്കാണ്ടെന്ന് വെച്ചാൽ സെർവർ ആക്കിയാൽ എനിക്ക് വീഡിയോ എടുക്കാൻ ശരിയാവും, അതുകൊണ്ടാണ്. സോ എവരിബഡി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ കുറേ ട്രീ ഉണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കണം. അപ്പം ഓനേതായാലും മൈനിങ്ങിന് പോകാമെന്ന് പറഞ്ഞേ, നമുക്ക് ഏതായാലും ഈ ട്രീ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഈ ഏരിയ ഒന്ന് നല്ല വൃത്തിയിലാക്കാം. സ്പോണെന്ന് പറയണം കണ്ടാൽ. എന്നാലും ബിൽഡിംഗ് ആക്കുന്നില്ല, ബിൽഡിംഗ് നമുക്ക് അടുത്ത വീഡിയോയിലെല്ലാം സെറ്റാക്കാം. ബിക്കോസ് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം, അത് നല്ല വൃത്തി ഒന്ന് ക്ലിയർ ചെയ്ത് സെറ്റാക്കാം. സോ ഓനേതായാലും അവിടെ നിന്ന് കയറി പിടിച്ച് വരുന്നുണ്ട്. നമുക്കേതായാലും ഈ ട്രീ ഒക്കെ എന്നാലും ഫുള്ളായി കട്ട് ചെയ്യേണ്ടതാണ്. സോ ട്രീ എന്നൊക്കെ വെച്ചാൽ ഒന്നൊന്നര ട്രീ ആണ്. ട്രീ ആറിന് ഇവിടെ ലൈറ്റ് അടിക്കുന്നില്ല. സോ ഇഷ്ടം പോലെ മോബ്സാണ് പോകുന്നത്. ക്രീപ്പറിൻ്റെ പൊടി പൂരം തൊട്ടേലും പിടിച്ചാലും ക്രീപ്പറാണ്. യാ റബ്ബേ, ക്രീപ്പറിനെ കൊണ്ട് ഒരു രക്ഷയുമില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഓക്കെ, സോ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു വീഡിയോ ആക്കുന്നത്. സോ നമുക്ക് ഇതന്നെ ഏതായാലും ഇതാക്കാം. പിന്നെ ഗൈസ്, നമ്മുടെ സെർവർ നെയിം എന്ന് വെച്ചാൽ സാനിറ്റി. ഓക്കെ, നൈസ് നെയിമാണ്. ഞാൻ പെട്ടെന്ന് ഒരുത്തനെ വിളിച്ച് ചോദിച്ചിരുന്നു, സെർവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു നെയിം പറ. പെട്ടെന്ന് പറഞ്ഞ നെയിമാണ് സാനിറ്റി. ഞാൻ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അർത്ഥം വരുന്നത് വിവേകം എന്നാണ്. ഓക്കെ, നിങ്ങൾ തമ്പനയിലൊക്കെ സെർവറിൻ്റെ നെയിം അവിടെ ഉണ്ടാവും, സൈഡിൽ തമ്പനയിലിൻ്റെ സാനിറ്റി എന്ന് എഴുതിയിട്ട് കണ്ടിട്ടില്ലേ? ഓക്കെ, പിന്നെ ഗൈസ് നമ്മുടെ 1 ബ്ലോക്ക് ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. സ്കൈ ബ്ലോക്കിനായപ്പോലെ 1 ബ്ലോക്കില്ലേ, 1 ബ്ലോക്കിൻ്റെ ആ വേൾഡ് കെയിമെന്ന് സ്റ്റോറേജ് കാരണം പോയിട്ടുണ്ട്. ഷിറ്റ് ഗൈസ്, നമ്മുടെ ചെക്കനൊക്കെ ഒന്ന് തീർത്തുകൊടുക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ചത്തു, ഓൻ ചത്തു. പിന്നെ ഗൈസ്, ഇത് സെർവറായ ഒരു കാര്യം പറയാം. ഇതിൽ കീപ്പ് ഇൻവെൻറ്ററി ഉണ്ട്. നമ്മൾ ചത്ത നമ്മളെ ഇൻവെൻറ്ററി ഒന്നും പോലെ കണ്ട. ഇത് ഞാൻ ചീറ്റല്ല, ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കളിക്കൽ ഭയങ്കര പ്രയാസമായിരിക്കും. ഇത് വെച്ചാൽ ഹാർഡ് ആട്ടാണ് സെർവറിൻ്റെ ഇത്. മോബ് സ്പോണിങ് എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കും, രണ്ടാളുകൊണ്ട് ഹാർഡ് ഇട്ടിട്ട് കളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഫുള്ളൊന്ന് ക്ലിയർ ചെയ്യണം, അതാണ് ഇപ്പോൾ മെയിനിലെ പരിപാടി. പിന്നെ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്തായാലും ഞാൻ മറന്നുപോയി. സോ പറഞ്ഞു വന്നതായിരുന്നു. ഏതായാലും ഇനി ഓർമ്മയിലും പറയാം. നമ്മൾ വീണ്ടും കുറച്ച് ബ്ലോക്ക് എടുത്താൽ ചെയ്ത ഏതായാലും സെറ്റാക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് ഇതാക്കാം. ഓക്കെ ഗൈസ്, ഒരു വൃത്തിയായിട്ട് തന്നെ ക്രീപ്പർ വരുന്നുണ്ട്. ഓക്കെ, ഒരു അടി കൊടുത്തിട്ട് ഞാൻ ചാവുന്നുണ്ട്, ചാവും. ഓക്കെ, ഞാൻ ചത്തില്ല, മാത്രം ചത്തു. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മൾ ഏതായാലും ഇവിടെ നമുക്ക് ബാക്കിയുള്ള സ്റ്റോൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് സെറ്റാക്കാം. എന്ന് വെച്ചാൽ ഇതെല്ലാം സ്പീഡ് ക്യാമറ ആക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഏതായാലും മേലെ കയറിയിട്ട് ഈ ഡേർട്ടൊക്കെ നമുക്ക് മൈൻ ചെയ്ത് സെറ്റാക്കണം. ഓക്കെ, നമുക്കിതൊക്കെ അടുത്ത വീഡിയോ സെറ്റാക്കാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഗൈസ്. എന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ സെറ്റാക്കിയിട്ട് കാണാം. പിന്നെ ഈ ഷവൽ ഇല്ലാണ്ട് ആ ഭാഗം ക്ലിയർ ചെയ്യൽ നടക്കില്ല. ഓക്കെ, ഒരു ഷവൽ പോയി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, വലിയ പണിയൊന്നുമില്ല. നമ്മളെ ഇതാണ് മൈനിങ് ഏരിയ, താഴേക്കാണ് മൈനിങ് ഏരിയ. ഓക്കെ ഗൈസ്, ഇവിടെ ഫർണസിൻ്റെ ഒരു ചെസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ബാരലുണ്ട് സൈഡിൽ. ഓക്കെ, നമുക്കൊരു ഇതുണ്ട് നോക്കാം ഗൈസ്. നമ്മളത് സെറ്റാക്കി കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി എല്ലാ പണിയെന്ന് വെച്ചാൽ ഈ ഏരിയ ഇതാക്കണം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഭയങ്കരമായിട്ട് വീഴുന്നത്. ഈ കുഴീൻ്റെ ഇവിടെ ഫുള്ള് വെള്ളം നിറച്ചാലൊന്നുണ്ട്, അപ്പം വീണ ഫോൾ ഡാമേജ് ഉണ്ടാവില്ല, അത് വലിയ ഉപകാരം. ഓക്കെ, ഈ നമ്മുടെ ടൈമിൽ വുഡൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ടൈമിലുണ്ടായ നേരത്തെ മരം ക്ലിയർ ചെയ്ത വുഡൊക്കെ ഞാൻ ഇവനിക്ക് കൊടുത്തിട്ടുണ്ട്, റാസറിന്. എന്ന് വെച്ചാൽ അവനക്ക് മൈനിങ് ഏരിയയിൽ കുറച്ചൊരു സേഫ്റ്റിക്കാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ അവൻ ആടുന്ന എവിടെയെങ്കിലും പോയി പെട്ടിട്ട് സാധനം കഴിയുമ്പോഴല്ലെങ്കിൽ ഡയമണ്ടെല്ലാം കിട്ടിയപ്പോൾ പെടും. ഓക്കെ, അതുകൊണ്ടാണ് കൊടുത്ത്. നമ്മൾ ഇതെല്ലാം മൈൻ ചെയ്ത് വന്നിട്ടാകുമ്പം ആ ടൈം മോനും മൈൻ ചെയ്ത് വന്നു, ഞാൻ ആ മരവാടുന്ന് മെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. സോ നമ്മളൊരു നൈറ്റ് സ്കിപ്പ് ചെയ്തു. അതിന് ശേഷമാണ് നമുക്കൊരു ഐഡിയ പെട്ടെന്ന് വന്നത്. ലെറ്റ്സ് പ്ലേ PvP. ഓട്ടോ പന്നി വേക്കുന്നിടിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് പ്ലേ PvP ഗായ്സ്. നമ്മൾ ഏതായാലും PvP കളിക്കാൻ പോകണം. അതിന് മുമ്പ് ഒരു കാര്യം വെച്ചിട്ടാ ഗായ്സ്, നമ്മൾ ഇത്രയും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെല്ലാം ഡേർട്ട് വെച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, നിങ്ങൾക്കിപ്പം കാണാം. ഓക്കെ, ഇവിടെ ഒരു മരമുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇതും കൂടി നമുക്ക് എടുക്കണം. ഓക്കെ ഗായ്സ്, നമ്മൾ ഇതും കൂടി ഒന്ന് വെട്ടി കളയുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ, ഇവിടെ ഒന്നും കൂടി നമുക്ക് ഏതായാലും ഇതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാം. എന്നിട്ടാണ് നമുക്ക് ഏതായാലും എന്താ ചെയ്യാം, PvP കളിക്കാം. PvP കളിച്ചാൽ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ബിക്കോസ് ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് എനിക്ക് എന്താ ഇടേണ്ട അത്ര വലിയ ധാരണയില്ല. സോ ഗൈസ്, അടുത്ത എപ്പിസോഡിൽ ഞാൻ വില്ലേജൊക്കെ തപ്പി പോവാം. എന്ന് വെച്ചാൽ
ഫസ്റ്റ് എപ്പിസോഡ് തന്നെ വില്ലേജും തപ്പി എല്ലാം സെറ്റാകുമ്പോൾ നിങ്ങൾ ഇതാവൂലേ, നിങ്ങൾ വിചാരിക്കൂലേ പക്ഷെ ഇത് ഭയങ്കര പ്രോയാണ്, ഇവനൊന്ന് ഇത്ര സ്പീഡിൽ കളിക്കുന്നു, മെല്ലെ കളിച്ചാൽ പോലെയല്ല നിങ്ങൾ വിചാരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ രണ്ടാളും പ്രോ പ്ലെയറാണ്. സ്വപ്നത്തിൽ നമ്മൾ പ്രോ ഒന്നുമില്ല, കാട്ട് ന്യൂബുകളെ രണ്ടും ഇല്ല പറയാല, കാട്ട് ന്യൂബ്. ഞാനും അതെ ഓനും അതെ. സോ ഇൻവെൻ്ററൊക്കെ സോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ PvP കളിക്കാൻ പോവാണ്. PvPയിൽ കാണാം രണ്ടാളുടെയും പവർ. ഓക്കെ, ഒന്നിനൊന്ന് മെച്ചാണോ അല്ലെങ്കിൽ ആരെങ്കിലും പവറാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ആര് ചാവുന്ന അറിയില്ല, നല്ലോണം ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ലോജിക്കെല്ലാം വെച്ച് ഞാൻ സൈഡിൽ നിന്ന് അടിച്ചു, നടക്കുന്നില്ല. ഷീൽഡ് ഫ്രണ്ടിൽ പ്രൊട്ടക്ട് ചെയ്താലും ബേക്ക് നടിച്ചിട്ട് കാര്യമില്ല. സോ ഒരു ഘട്ടത്തിൽ ഓനൊരു കളവ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൻ പറഞ്ഞു ഫുൾ അയൺ എക്യുപ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അതും പറഞ്ഞാൽ ഞാൻ അയൺ സോഡ് എടുത്തേ. അതിൻ്റെ ഇടയിൽ ഓൻ ചീറ്റ് ചെയ്തു, ബട്ട് ഞാൻ ഓനെ തീർത്തിട്ടുണ്ട് ഫസ്റ്റിനെ. ഓക്കെ, ഓനെ അയണാന്ന് പറഞ്ഞിട്ടും ഗോൾഡിനെ കൊണ്ടാണ് തന്നെ വന്ന് കൊല്ലാൻ നിന്നത്. ഞാൻ എന്നെ കാര്യമാക്കില്ല, ഞാൻ ഐ എം എ പ്രോ പ്ലെയർ. സോ ഗൈസ് ഓൻ വരുന്നതായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു നെയിം ടാഗ് കാണുന്നുണ്ട് വരുന്നതായിട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് റഷ് ചെയ്ത് പോകണമെന്നുണ്ട്, പക്ഷേ പേടിയാണ് പോയി അടിഞ്ഞ് ചാവാൻ. ഓക്കെ ഗൈസ്, അത്യാവശ്യം നല്ലൊരു ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഓക്കെ ഷിറ്റ്, അതാ തീർത്തത് ഒരു ഹേർട്ട്. അതാ സോംബി. ഗൈസ് കില്ലാരെടുത്തേ, കില്ല് ഓനാണ് എടുത്തത്. ഗൈസ് ഷിറ്റ്. ഗൈസ് അടുത്ത റൗണ്ടിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് സ്പോണായിട്ട്. ഞാൻ അവിടെ നിന്നൊക്കെ സ്പോണാന്നൊക്കെ കട്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഭയങ്കര ലാഗായിരിക്കും. അങ്ങ് താഴ്ന്ന് ഞാൻ നടന്നു വരുന്നത് കാണിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ലാഗായിരിക്കും. സോ ഗൈസ് അവൻ ഏതായാലും അയൺ സോഡ് എടുത്തിട്ട് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അയൺ സോഡായാലും എന്ത് സോഡായാലും നമുക്ക് ഈസി. ഓക്കെ 1-1 ഇപ്പം സമയമില്ല. ഓക്കെ ഈസി കമോൺ ബ്രോ കമോൺ. ഓക്കെ 1 ഹിറ്റ്, ഒരു ഹിറ്റും കൂടി ഒറ്റ ഒന്ന് ചാവും. ഇപ്പം നീ ചാവും, ഒരു ഹിറ്റ് ഇട്ടിട്ടെ ഗൈസ്. ഇതൊന്നും അതോ ഗൈസ് വെറും ഗൈസ് വിളിയാണ് ഗൈസ്, വെറും ഗൈസ് വിളിയാണ് ഗൈസ്. അതും ഗൈസ് എന്നല്ല വിളിക്കുന്നത്. ഓക്കെ ഗൈസ് വിളി നമുക്ക് നിർത്താം. അപ്പോൾ ഗൈസ് നല്ലൊരു ഹിറ്റ് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ അതാ എൻ്റെ ഇത് തീർന്നു, എൻ്റെ ഷീൽഡ് പൊട്ടി തീർത്തിട്ടുണ്ട് ഗൈസ്. 2-1, അനക്കൊന്ന് അവന് 2. സോ ഗൈസ് നമുക്ക് ഒരു ഷീൽഡാക്കാം, അല്ലെങ്കിൽ വേണം 2 ആക്കാം, ബിക്കോസ് ആവശ്യം വരും. ഒന്ന് പൊട്ടി നമുക്ക് വേഗം അടുത്തത് ഇട്ടാൽ മതി. ഓക്കെ ഗൈസ്, ഒരു വില്ലേജർ സോംബി അതിനെ തീർക്കാം. ഓക്കെ ഓൻ ഫുഡ് അടിക്കുന്നുണ്ട്. എനിക്ക് തന്നെ ഇപ്പോൾ ചത്ത് വന്നതുകൊണ്ട് ഹെൽത്ത് എല്ലാം ഫുള്ളാണ്. ഓക്കെ ഓനക്ക് ചെറിയ ഡാമേജ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഡാമേജ് ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ ആയിട്ട്. ഈ പന്ന സോംബികൾ ഭയങ്കര ചോരയാണ്. ഈ സോംബി ക്രീപ്പർ എല്ലാ ലൊട്ടകളും ഉണ്ട്. ഓക്കെ ഓൻ്റെ ഷീൽഡ് പൊട്ടി, അടി കൊള്ളുന്നില്ല. അതൊരു വൃത്തിയാട്ടൻ ഗൈസ്. ഒരു ഇത് സ്കെൽറ്റൻ അതാ ബേക്ക് നണ്ടിരുന്നു, ഉളുപ്പില്ലാത്തവനെ ബേക്ക് നണ്ടിരുന്നാ പിടി. ഓക്കെ ഗൈസ് തീർന്നു, 2-2 സമനില പിടിച്ചിരിക്കുകയാണ് ഗൈസ്, 2-2. ഓക്കെ ഗൈസ്, തേർഡ് റൗണ്ടാണിത്. ഓക്കെ തേർഡ് റൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഓൻ്റെ ലാസ്റ്റ് കുറച്ച് ഹേർട്ടായപ്പോൾ ഞാൻ ഓനെ തല്ലിയിട്ടുണ്ട്. ഓക്കെ 3-2. ഇപ്പോൾ വരും, നമുക്ക് ഓനെ വീണ്ടും ഒന്ന് തച്ച് പൊട്ടിക്കയറുന്നു. ഓക്കെ ഓൻ്റെ നെയിം ടാഗ് ആണെന്ന് കാണാം. എൻ്റെ ഷീൽഡിൻ്റെ ഹെൽത്ത് പറയാൻ മിക്കവാറും ഷീൽഡ് പൊട്ടി ചാവലായിരിക്കും. ഗൈസ് ഓൻ വരുമ്പോൾ തലക്കടിക്കാം നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ കയറിയിട്ട്. ഓക്കെ ഗൈസ് ഓനൊരു അറ്റംപ്റ്റിന് വേണ്ടി കാത്തിക്കുന്നുണ്ട്. ഞാൻ ഇതാവാൻ നമ്പ് ഇട്ടതാ. ഓക്കെ ഗൈസ് അടിക്കാം. ഓ ഷിറ്റ്, ആയില്ല. ഓക്കെ ഗൈസ് ഓക്കെ ഒരു ഹിറ്റ് കൊണ്ട് ഓക്കെ എനിക്കും കിട്ടി തിരിച്ചിങ്ങോട്ടേക്ക്. ഓക്കെ ഗൈസ് 2 സമയം, 2 ഹിറ്റ് വെച്ച് കിട്ടി. അതാ ഈ സോംബി അതിൻ്റെ ഇടയിൽ വന്നിട്ട് തേങ്ങ എടി. ഇപ്പം എത്ര മാർക്കായി, സ്കോർ എത്രയായി? ഞാൻ സ്കോർ മറന്നു ഇതിലോട്ടാ. എത്ര സ്കോറായി? 2-1, 3-1 3-2. ഞാനോന് ഒരു സ്കോർ വ്യത്യാസം തരിക, എനിക്കോനിക്കാട്ട് ഒരു സ്കോർ കൂടുതൽ. മിക്കവാറും ആ കടി ഇപ്പം തീരും, മിക്കവാറും ശേഷം. ഓക്കെ ഇത് അടിക്കടി ഞാൻ ഇത് അടിക്കും. വെരട്ട് ഷിറ്റ് കൊണ്ടില്ല, ഒരടി വെരട്ട് കൊണ്ടില്ല. ഓക്കെ നമുക്ക് അമ്പിടാം. ഓ ചത്ത് തേങ്ങ. ഗൈസ് വീണ്ടും ഇവിടെയാണ് സ്പോണാവുക. നമുക്ക് മേലേക്കൊന്ന് സ്പീഡ് ക്യാമറ ഇട്ടിട്ട് മേലേക്ക് എത്തുക. നമുക്കേതായാലും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മേക്ക് ഷീൽഡ് ഇല്ല ഗെയിമിൽ. ഓക്കെ നമുക്ക് 2 ഷീൽഡ് ആക്കണം. എന്ന് വെച്ചാൽ 2 ഷീൽഡ് ആക്കിയതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഷീൽഡ് ഉണ്ടെങ്കിൽ മക്കളെ ഒന്നും പേടിക്കാനില്ല. 2 ഷീൽഡ് ആക്കുമ്പോൾ ഒരു ഷീൽഡ് നമുക്ക് ഗെയിമിൽ ഇടുകയും ചെയ്യാം, ഒന്ന് ഇതാക്കുകയും ചെയ്യാം. എൻ്റെ ഷീൽഡ് ആണ് ഇപ്പം പൊട്ടുന്ന അറ്റയുള്ളത്, ഇപ്പം വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഐ തിങ്ക് ഷീൽഡ് പൊട്ടി നമുക്ക് കണ്ട ഗൈസ്. ഇതാണ് ഈസിയസ്റ്റ് വേ. നമ്മൾ ഷീൽഡ് പൊട്ടി ഞാൻ ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ ഷീൽഡ് കയറി. ഓക്കെ സീനില്ല. മേലെ സ്കെൽറ്റനായിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ മേലെ സ്കെൽറ്റൻ അവനക്ക് ഡാമേജ് കൊടുക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന്. കിട്ടുന്ന പോലെ ഞാനും അവൻ അടിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ് ഓക്കെ ഗൈസ് കിട്ടി ഇല്ല, വീണ്ടും ഞാൻ പാടായി. അപ്പോൾ 4-3 അല്ലേ, 4-3 ഓക്കെ സമനില നേരത്തെ എടുത്തു. ഓക്കെ ഈടുന്നടിയല്ലേ PvP അടിക്കില്ല, എന്നെ തല്ലുന്ന ഗൈസ്. അവൻ വീടിന്ന് PvP കളിക്കാൻ പറയുന്നത് ഗൈസ്. ഇതൊന്നും ശരിയാവില്ല, ബിക്കോസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കളിച്ചാൽ ഫുൾ അലങ്കോലാവും ബേസ്.
സോ മേലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. മേലേക്കോ പോ മേലേക്കോ, തല്ലൂല മേലേക്കോ. ഓക്കെ ഗൈസ് തല്ലൂല, എന്നാലും ഞാൻ കിട്ടിയില്ലെങ്കിൽ ബിരിയാണി അല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഇതാക്കിയതാണ്. ഓക്കെ ഗൈസ് നമ്മൾ ഓനക്കറിയാം ഞാൻ എന്തായാലും തല്ലും, അതുകൊണ്ടാണ് ഓൻ ഇത്ര ഇതിൽ നിൽക്കുന്നത് ഗൈസ്. ഏതായാലും തല്ലണ ഇടുന്ന തല്ലണ്ട, ഏതായാലും ഓൻ എല്ലാം പോട്ടെ. ഓക്കെ ഓക്കെ ഗൈസ് ഇതൊന്ന് അതാ തല്ലു അന്നെ തല്ലോ എനിക്ക്. ഓക്കെ ഇപ്പം അങ്ങ് കൊടുത്തു, അപ്പം ഒക്കെ ആശ്വാസമായി. ഓക്കെ ഗൈസ് വീണ്ടും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ അവനെ അടിച്ചടിച്ച് മേലേക്ക് കയറ്റാം പറ്റുമോ? അവനെ അടിക്കുന്നുണ്ട് നല്ലോണം. നമുക്ക് അതാ ഗൈസ് സ്കെൽറ്റൻ. ഓക്കെ ഗൈസ് ഞാനൊരു പ്രോ തന്നെ. ഓക്കെ ഗൈസ് അവൻ മേലേക്ക് എത്തി, നമുക്ക് തുള്ളിയിട്ട് അടി കൊടുത്തു നോക്കാം, ചിലപ്പം കിട്ടും. ഓക്കെ ഗൈസ് നമ്മൾ തുള്ളി ഒരു അടി അടിച്ചിട്ട് സംഭവം സമനില പഠിച്ചിട്ടുണ്ട്. അപ്പം PB നമുക്ക് ഏതായാലും ഇവിടെ വെച്ച് നിർത്താം. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ഒക്കെയാണ്. സോ അടുത്ത വീഡിയോ കാണാം, അതുവരെ ഒരു ഗുഡ് ബൈ. അതിന് മുമ്പ് കാര്യം പറയാം, എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സ്കെൽറ്റൻ ബേക്ക് നമ്പർ പറ്റി. ഓക്കെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.